ഹായ് ജെ. ഹായ്. ഇങ്ങനെയാണോ? ഞാനല്ല കളിക്ക്. ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് ഇതിലേക്കൊന്നും ഇൻവോൾവ് ചെയ്യണം എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഫുൾ ടൈം എനിക്കിങ്ങനെ ബാക്കോട്ടേക്ക് അതെനിക്ക് ഇഷ്ടം. ലൈക്ക് ഹൗസ് വൈഫ് അങ്ങനെ. എനിക്ക് ഒരിക്കൽ പോലും ഒരു ഫേക്ക് പ്രോമിസസ് തന്നിട്ടില്ല. ലൈക്ക് അത് ഇത് അങ്ങനെ ഇത് അങ്ങനൊന്നുമില്ല. അപ്പം ആൾ ഞാൻ പറയില്ല ഭയങ്കര ഹോണസ്റ്റ് ആയി നിൽക്കുന്നത്. പറ്റില്ല, നോ ഇത് നോ ആണെങ്കിൽ നോ ആണത്. മാസ്ക് വെക്കുന്നതായിരുന്നു ആദ്യത്തെ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പം അതിലെന്തോ ഒരു നിഗൂഢത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളിട്ടിട്ട് പോകുന്നൊക്കെ ഉള്ള ഒരു അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. 2-3 ആളുകൾ പറയും മാസ്ക് മാറ്റി പറയുമ്പോൾ ഞാൻ ഓൻ്റെ അടുത്ത് ചെന്നിട്ട് അയ്യോ മാറ്റി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കൽ പോലും അവനോട് പറഞ്ഞിട്ടില്ല. ആദ്യത്തെ ഞങ്ങൾ എന്റർടൈൻമെന്റ് ഫിലിം ആണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എന്റർടൈൻമെന്റ് കമന്റ് ബോക്സ് ആണ്. We love comment box. അത് നെഗറ്റീവ് കമന്റ്സ് ആണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ ബിഗ് ബോസില് ഉമ്മ കാണാറുണ്ടോ? അപ്പൊ ഈ പെൺകുട്ടിനെ പറ്റിട്ട് എന്തെങ്കിലും കമന്റ് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ച് നല്ല അടിപൊളിയായിട്ട് കളിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇതൊക്കെ ഒരു നോട്ട് ചെയ്തിട്ടുണ്ടല്ലേ ഞാൻ അവിടെ ചെയ്ത ഓരോ കാര്യവും. കരയുന്ന നോറ കണ്ടപ്പോ ആശ്വസിപ്പിക്കാനായിട്ട് അടുത്തില്ലല്ലോ. ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ജെനുവൻലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു സർവൈവ് ചെയ്യാൻ. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കാണാറുണ്ട്. എനിക്കൊരു 45 കിലോമീറ്റേഴ്സ് ഉണ്ട്. 45 kilometers you travel every day just to meet her. 3-4 years കണ്ടിന്യൂസ് ആയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇന്നെ കാണാൻ. അപ്പൊ എന്താ ഗൈസ് നിങ്ങൾ കല്യാണം എത്ര വൈകിപ്പിക്കുന്നത്? ഈ പെട്രോൾ ലാഭിച്ചൂടെ നിങ്ങൾക്ക്? കുഴപ്പമില്ല, ഞങ്ങൾ പെട്രോൾ അടിച്ചോളാം. He can handle it. കൂട്ടത്തിൽ ഏറ്റവും ലേസി ആയിട്ടുള്ളത് ഇതെല്ലാം നോറക്കുള്ള ക്വസ്റ്റ്യൻസ് ആണോ? ഇതെല്ലാം നോറയാണല്ലേ? നോറയുടെ ഉള്ളിൽ എന്തോ ഉത്തരം വേറെ എന്തോ അല്ലല്ല അത് പറഞ്ഞോ. നമ്മൾ ഓൾറെഡി നല്ല കപ്പിളാണ്. ഇറ്റ്സ് ഫൈൻ, കുഴപ്പമില്ല. എന്നാ ഞാൻ നോക്കൂ. ഏയ് കം ഓൺ നോറു. കണ്ടോ ഇപ്പല്ലേ ഋഷിന്റെ മാരേജിന് ഋഷിനേക്കാളും കൂടുതൽ സ്പെൻഡ് ചെയ്തത് ചിലപ്പോ ജയായിരിക്കും. നല്ല എമൗണ്ട്. നിങ്ങളെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇത്രയൊക്കെ എന്തിനാ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ചിന്തിച്ചോ? അത്രയും സ്പെൻഡ് ചെയ്യോ? അയ്യടാ അല്ല സൈഡിലുള്ള ഗ്ലാസ് ഡോറിൽ റിഫ്ലക്ട് ഇല്ല അത് വെച്ചിട്ടല്ലേ ഞാൻ ആൻസറുകൾ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ഇരിക്കണം, ഞാൻ കുറച്ചുകൂടെ ജെനുവിൻ ആണ്. ഞാൻ അങ്ങോട്ട് നോക്കൂല. എനിക്ക് ചൊല്ലിയാക്കണം. നീ അവളോ അഴക് ഇവളവളോ അഴകായ ഒരാളെ. ബോസ് വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയോ ഇനി 100 days തമ്മിൽ കാണില്ലാന്ന് എന്ത് പറഞ്ഞിട്ടാണ് എന്താ പെട്ടെന്ന് വരുന്ന വിചാരിച്ചത്? ഞാൻ ഓരോ 2 weeks ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 2 weeks പ്ലാൻ, അതായത് നമ്മൾ പറയുമ്പോ 2 weeksലേക്ക് പ്രിപ്പയർഡ് ആവാന്ന് പറയും. പിന്നെ നമുക്ക് വോട്ടുണ്ടെങ്കിൽ അല്ലേ നിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വിചാരിക്കുന്ന 1-2 ദിവസത്തില് അവിടെ നിന്നെ പിടിച്ച് പുറത്തേക്ക്. കാരണം നമുക്ക് അവിടെ എന്തായാലും ഓൾറെഡി കുറച്ച് ഫെയിം ആയിട്ടുള്ള ആളുകളാണല്ലോ. ഞാൻ ഭയങ്കര ഫെയിം ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളോ അങ്ങനെ ഇൻഫ്ലുവൻസർ ആണ്, വീഡിയോസ് ചെയ്യാറുണ്ട്. അതല്ലാതെ അപ്പം അവിടെ അത്രയും ഓൾറെഡി പോപ്പുലർ ആയിട്ടുള്ള ആളുകളും പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ PR ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അതൊന്നും ചെയ്ത പെട്ടെന്നൊരു പോക്കാണ്. അത് ഞാൻ ഉണ്ടാവുന്ന ഒരു അത്ര അതേ നോറ ഉണ്ട് കൺഫേം അങ്ങനെയല്ല പറഞ്ഞത്. നോറ ഉണ്ടാവും, പക്ഷെ പുറത്ത് ആരെങ്കിലും പറയുകയാണെങ്കിലും നോറക്ക് കയറാൻ പറ്റില്ല. സോ കീപ് ഇറ്റ് സീക്രട്ട് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ്. അത് ഞാൻ ബിഗ് ബോസിലേക്ക് ഓഡീഷൻ വന്നിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ വരൂലെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ നമ്മളിപ്പോ ഇൻ കേസ് നമ്മളൊരു PR കൊടുക്കുകയാണെങ്കിൽ ആരോടെങ്കിലും പറയണ്ട. അപ്പൊ ഞാൻ ആരോട് പറയാതെ വെച്ച് അങ്ങനെ ഞാൻ ജസ്റ്റ് കയറി പോയതാണ്. അപ്പം അവിടെ അങ്ങനെ നിലനിൽക്കോ അങ്ങനത്തെ കാര്യം ഒന്നും എനിക്ക് തീരെ ഒരു ഐഡിയ ഇല്ലായിരുന്നു, ഉറപ്പില്ലായിരുന്നു. പക്ഷെ ഞാൻ 91 days നിന്നു. വെരി ഗുഡ്. അപ്പം ആളെ കയറ്റി വിടാൻ നേരത്ത് കാര്യം 2 weeks ആണെങ്കിലും ബിഗ് ബോസ് ആണല്ലോ, എപ്പോഴും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആസ് എ പാർട്ട്ണർ എന്തെങ്കിലും പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു നോക്കി കണ്ടു നിൽക്കണം അങ്ങനെ എന്തെങ്കിലും? ഞാൻ ബിഗ് ബോസ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, റീൽസിൽ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവളെ കാര്യം എനിക്കറിയാലോ. ഇവള് അങ്ങനെ പരിധി വിട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ അങ്ങനെ വല്ലാണ്ട് ദേഷ്യം പിടിക്കരുത്, വാശി കാണിക്കരുത് അങ്ങനെയൊക്കെ. കാരണം ഒരു ബേബീനെ മാതിരി നോക്കിട്ട് നടക്കുകയാണ്. അല്ല, ഇവള് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച്. ആണോ? അതിന് മുമ്പ് എങ്ങനെയാ വെച്ചാല് ഞാൻ ഇത് ഫസ്റ്റ് എന്നെ വിളിച്ച സീസൺ 4ലേക്കാണ്. അപ്പൊ ഞാൻ പോയിട്ടില്ലായിരുന്നു. ഇതിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ ആദ്യം പോണോന്നുള്ള കാരണം എനിക്ക് ഇതിനെപ്പറ്റി അറിയൂല. അപ്പം എന്നോട് എന്താ പറയാ ആള് പറഞ്ഞു പോയി നോക്കാം. അപ്പൊ ഞാൻ കുറച്ച് ഇതിങ്ങനെ കണ്ടപ്പം അവിടെ ആളുകൾ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ പോയി മിണ്ടാണ്ടിരുന്നാ പോരെ അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല കുറെ ദിവസം നിൽക്കും, അങ്ങനെ ഒരു എക്സ്പെക്ടേഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത്രയും ആളുകൾ പ്രൊവോക്ക് ചെയ്യും അങ്ങനൊന്നും അറിയില്ലല്ലോ. അപ്പൊ ആരതില് പോയതാണ്. സോ ഫൈനലി ബിഗ് ബോസ് വീട്ടിൽ നിന്നൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ എടുത്തിട്ട് ആദ്യം വിളിച്ചത് ജയനായിരുന്നു. ഓഫ് കോഴ്സ്. ആ ഒരു വിളി എങ്ങനെയായിരുന്നു ജയ്? എനിക്ക് ടെക്സ്റ്റ് ചെയ്യാണ് ചെയ്തത് അല്ലേ? ടെക്സ്റ്റ് ചെയ്ത് എന്നെ വിളിക്കുന്ന അറിഞ്ഞു. എന്നിട്ട്
എന്നിട്ട് എന്നെ വിളിച്ച് അവളുടെ ഫോൺ ഓൾറെഡി കട്ട് ആയിട്ടുണ്ടായിരുന്നില്ല, കോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തോന്നുന്നു. വൈഫൈ കണക്ട് ചെയ്തിട്ട് എനിക്ക് ടെക്സ്റ്റാ ചെയ്തത്. ടെക്സ്റ്റ് ചെയ്ത് ഇന്നെ ഇതിലേക്ക് കോൾ ചെയ്യുന്ന പറഞ്ഞു. അപ്പം വിളിച്ച സമയത്ത് ആള് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ. അപ്പം എനിക്ക് ഫസ്റ്റ് ടെക്സ്റ്റ് അയച്ചത് എന്താ, ഹലോ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ്. ഹലോ ബോയ് ഫ്രണ്ട് ഫസ്റ്റ് അത് ഇട്ടപാട് എന്നെ വിളിച്ചു കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമ്മൾ സംസാരിച്ചിട്ടില്ലല്ലോ ഒരു 91 ഡേയ്സ് അല്ലേ, 91 ഡേയ്സ്. ലോങ് ഗ്യാപ്പ് ഉണ്ടായിട്ടേ ഉണ്ടാവില്ല അല്ലേ? ഇല്ല ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കാണാറുണ്ട്. ഫുഡ് ഓൾമോസ്റ്റ് കഴിക്കാൻ എല്ലാ വേണ്ടിയിട്ട് ദിവസവും ഞങ്ങൾ കാണും. ആണോ? എല്ലാ ദിവസവും അടുത്തടുത്താ? അല്ല, എനിക്കൊരു 45 കിലോമീറ്റേഴ്സ് ഉണ്ട്. 45 kilometers Daily you travel travel every day just to meet her. അയ്യോടാ. ഓക്കേ. അതും എത്ര വർഷം? ഇപ്പൊ ഏകദേശം 3 years ആയില്ലേ, 3-4 years കണ്ടിന്യൂസ് ആയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇന്നെ കാണാൻ എല്ലാ ദിവസവും വരും. അപ്പൊ എന്താ ഗൈസ് നിങ്ങൾ കല്യാണം എത്ര വൈകിപ്പിക്കുന്നത്? ഈ പെട്രോൾ ലാഭിച്ചൂടെ നിങ്ങൾക്ക്? കുഴപ്പമില്ല, ഞങ്ങൾ പെട്രോൾ അടിച്ചോളാം. ഹി ക്യാൻ ഹാൻഡിൽ ഇറ്റ്. അല്ല, is there any reason specifically? എനിക്ക് സെറ്റിൽ ആവണം. ലൈക്ക് എനിക്ക് ഒരു കരിയർ കാര്യങ്ങളൊക്കെ ഈവൻ ആദ്യത്തെ ഒരു മൈൻഡ് സെറ്റ് എന്താന്ന് വെച്ചാൽ ഇനി ഒന്നും വേണ്ട എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. അപ്പം ഇപ്പം എന്റെ ആഗ്രഹങ്ങളൊക്കെ എന്തൊക്കെയാണ് അതൊക്കെ ആള് കൂടെ നിന്നിട്ട് എനിക്ക് ഫുൾഫിൽ ചെയ്ത് തരുന്നുണ്ട്. അപ്പം അതൊന്ന് കാരണം എന്താ വെച്ചാൽ ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് ഇതിലേക്കൊന്നും ഇൻവോൾവ് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഫുൾ ടൈം ഫാമിലി തന്നെ നിക്കണം, അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണ് ഞാൻ. എനിക്ക് താല്പര്യമില്ല, എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. പിന്നെ അപ്പത്തെ സിറ്റുവേഷൻ പോലെ ഇരിക്കും. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഫാമിലി, അതായത് ആ ഒരു എനിക്ക് ഇങ്ങനെ ബാക്കോട്ടേക്ക് അതെനിക്ക് ഇഷ്ടം, ലൈക്ക് ഹൗസ് വൈഫ് അങ്ങനെ. അല്ല, അവൾക്ക് കുറെ ടാലൻസ് ഉണ്ട്. ഇപ്പം ഡാൻസ് ചെയ്യും, പിന്നെ ഷീ ഇൻഫ്ലുവൻസർ ആണ്, അന്ന് തൊട്ടേ ഇൻഫ്ലുവൻസർ ആണ് അവള്. പിന്നെ ഞാൻ പറഞ്ഞ നല്ല കുറെ ടാലൻസ് ഉണ്ട് അവൾക്ക്. അപ്പം ഈ ബിഗ് ബോസ് പോകുന്ന കാര്യം തന്നെ പ്ലാൻ ചെയ്ത സമയത്ത് വേണ്ടാന്നാണ് ആദ്യം തീരുമാനിച്ചല്ലേ, പോകണ്ടെന്നുള്ളൊരു തീരുമാനമാണ്. ഇതിനു മുമ്പ് മൂവിയിലേക്കും ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആള് പുഷ് ചെയ്യുമ്പോഴാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ചെയ്യില്ല. ബിഗ് ബോസ് ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ തീരുമാനം എടുക്കുന്നത്. അപ്പോഴും ഞാൻ പോവില്ലാന്നാ പറഞ്ഞത്. എന്നിട്ട് മര്യാദക്ക് വണ്ടി കയറാൻ വേണ്ടിട്ട് അന്ന് ഞാൻ പോവില്ലാന്ന് പറഞ്ഞു. ആക്ച്വലി എന്റെ ഇന്റർവ്യൂ അന്ന് 10 മണിക്കായിരുന്നു. എന്നിട്ട് ഞാൻ 1 മണിക്കാ പോയത്. കാരണം ഞാൻ പോണില്ല, ക്യാൻസൽ ചെയ്ത പ്രോഗ്രാം ആയിരുന്നു. പിന്നെ വീട്ടില് പോയിട്ട് പൊക്കി എടുത്ത് കൊണ്ടുപോയതാണ് അല്ലേ? അയ്യോടാ. എനിക്ക് ശരിക്കും ഇപ്പം ജയ് ഇത്ര പറയണ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ ഗേൾ there will be one guy എന്നും കൂടിയിട്ട് നമ്മൾ പറയും, ലൈക്ക് വി സേ ഫോർ മെൻ. അപ്പം എല്ലാവർക്കും ലൈക്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് അത് അച്ഛനായിരിക്കും, ഹസ്ബൻഡ് ആയിരിക്കും. ഇപ്പം നോറയുടെ ലൈഫിൽ എനിക്കിത് ജയ് ആവുന്നത് പോലെ തോന്നുകയാണ്. അതങ്ങനെയാണ്, അതങ്ങനെ തന്നെ ആണല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനിപ്പം എനിക്ക് എന്തൊക്കെ കരിയർ വൈസ് ആണെങ്കിലും അല്ലാത്ത രീതിയിൽ എനിക്കൊരു സക്സസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ജയ് വന്ന ശേഷമാണ് ആണ്. അത് എല്ലാ രീതിയിലും ആക്ച്വലി തുടക്കത്തിലെ ആദ്യമേ കണ്ട ഒരു ഇൻഫാക്ച്വേഷൻ ഇത്രയും പിന്നെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എപ്പോഴാണ് നോറ വന്നേ? അത് ഒന്നാമത്തെ കാര്യം, ഇത് ഇത്ര ഇമോഷണലി അറ്റാച്ച്ഡ്, ഞാനൊരു സെൻസിറ്റീവ് ഇമോഷണൽ പേഴ്സൺ ആണെന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ആവരുത് വിചാരിച്ച് ഞാൻ തന്നെ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത കുറെ ഇതുണ്ടായിരുന്നു. ബട്ട് ആളുടെ ക്യാരക്ടർ അറിഞ്ഞ ശേഷം ആൾ എന്നോട് പറഞ്ഞ ലൈക്ക് എനിക്ക് ഒരിക്കൽ പോലും ഒരു ഫേക്ക് പ്രോമിസസ് തന്നിട്ടില്ല, ലൈക്ക് അത് ഇത് അങ്ങനെ ഇത് അങ്ങനൊന്നുമില്ല. അപ്പം ആൾ ഞാൻ പറയാം ഭയങ്കര ഹോണസ്റ്റ് ആയി നിൽക്കുന്നത്. പറ്റില്ല, നോ, ഇത് നോ ആണെങ്കിൽ നോ ആണത്, അല്ലാതെ ഞാനത് ചെയ്യാം ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് ഫേക്ക് ആയിട്ട് നിൽക്കാറൊന്നുമില്ല. അപ്പം അങ്ങനെ നിന്ന് വന്ന സമയത്ത് ഞാൻ ആളെന്താണോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്താ പറയാ, അതങ്ങനെ അറ്റാച്ച്ഡ്, എനിക്കറിയാം ആളിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്നുള്ള എനിക്ക് ഉറപ്പാണ്. അയ്യോടാ, അത് നമ്മള് കാണുന്ന പുറമെ കാണുന്ന ഭംഗിയല്ല, ബ്യൂട്ടിഫുൾ ഇൻസൈഡ് ഔട്ട് എന്നൊക്കെ ഒരാളെ പറ്റി പറയുന്നത്. അതെ. ഇപ്പം ഞാൻ ഇറങ്ങിയ സമയത്താണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയൊരു കമന്റ് സെക്ഷൻ നെഗറ്റീവ് രീതി പറയുകയാണെങ്കിൽ ആളിനിട്ടിട്ട് പോകും, അങ്ങനെ ഇങ്ങനെ അങ്ങനെ മാസ്ക് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടായിട്ട് എങ്ങനെ ഉണ്ടായിട്ടാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ബാക്കിയുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്കറിയില്ലേ, എൻ്റെ കൂടെ നടക്കുന്ന ആളല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഒപ്പമുള്ള ആളല്ലേ. അതിപ്പം ബാക്കിയുള്ള അതൊരു കമന്റ് ബോക്സിൽ ഇപ്പം 2-3 ആളുകൾ പറയും മാസ്ക് മാറ്റി പറയുമ്പോൾ ഞാൻ ഓൻ്റെ അടുത്ത് ചെന്നിട്ട് അയ്യോ മാറ്റി അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കൽ പോലും അവനോട് പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അവരെല്ലാം ബോധിപ്പിക്കണം, അവരെല്ലാം കംഫർട്ട് ആക്കണ്ടേ, എനിക്ക് ആളെ കംഫർട്ട് ആക്കണ്ടേ. ഞങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കമന്റ് ബോക്സ് ഞങ്ങൾ വായിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ചിരിക്കും. ഇപ്പൊ ഞങ്ങള് മോസ്റ്റ്ലി കമന്റ് ബോക്സിൽ വരുന്ന സാധനങ്ങൾ ഒരു പരിചയമില്ലാത്ത ആളുകൾ വന്നിട്ടായിരിക്കും കമന്റ് ഒക്കെ ചെയ്യാറ്.
ആദ്യത്തെ ഞങ്ങൾ എന്റർടൈൻമെന്റ് ഫിലിം ആണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എന്റർടൈൻമെന്റ് കമന്റ് കമന്റ് ബോക്സ് ആണ്. We love comment box. അത് നെഗറ്റീവ് കമന്റ്സ് ആണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ പിന്നെ വിചാരിച്ചേ ഓരോന്ന് വായിച്ചില്ല ഞങ്ങൾ റിയാക്ഷൻ ഒരു തവണ കാണിച്ചു കൊടുക്കണം എന്താണെന്നുള്ളത്. പക്ഷെ ബ്ലോഗിലൊക്കെ ഇടക്കിടക്ക് വരാറുണ്ട് അല്ലേ? അതിലാണെങ്കിലും പൊതുവെ അങ്ങനെ ഇത്ര വരലില്ലായിരുന്നു. ഇതിപ്പോ ഫസ്റ്റ് ടൈം ആണ് ഇത്ര. അല്ല ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നോറ. അപ്പം ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോ ആദ്യമൊക്കെ നല്ല വിഷമം ഉണ്ടായിരുന്നു ജയ്? ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ കൊണ്ട് ആദ്യമൊക്കെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു നെഗറ്റീവ് കമന്റ്സ് കാണുന്ന സമയത്ത്. പിന്നെ അത് യൂസ്ഡ് ആയി. ഇപ്പം ഈ പറയുന്ന ആളുകൾ ഒരു പരിചയമില്ലാത്ത ആരൊക്കെയോ എന്തൊക്കെയോ എന്ന് പറയുന്നേ ഉള്ളൂ. മാസ്ക് വെക്കുന്നതായിരുന്നു ആദ്യത്തെ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പം അതിലെന്തോ ഒരു നിഗൂഢത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളിട്ടിട്ട് പോകുന്നൊക്കെ ഉള്ള ഒരു അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ഫോഴ്സ് കൊണ്ടാണോ, അതായത് ആൾക്കാർ ഇങ്ങനെ പറയുന്നു അതുകൊണ്ടാണോ പിന്നെ ജയ് ഓക്കെ ഞാൻ പബ്ലിക്കിലേക്ക് വരാം എന്നുള്ളൊരു ഡിസിഷൻ വരാൻ? ആൾക്ക് കംഫർട്ടായി. ഇത് ടൈം എടുത്തിട്ട് ഓക്കെ. ആദ്യം എന്താ വെച്ചാൽ ഇത് ഡെയിലി ലൈഫിന്റെ ഒരു പാർട്ടായി മാറും അറിയുന്നില്ലല്ലോ. ഇതിപ്പോ ഡെയിലി ലൈഫിന്റെ ഒരു പാർട്ടായി മാറി എന്നുള്ള മനസ്സിലാക്കാം. ഞങ്ങൾ മാളിൽ പോലും അവിടെ പോലും ഇവിടെ പോലും എല്ലാം ആദ്യത്തെ പോലല്ല റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ആളുകൾ. അപ്പം ഇതിന് യൂസ്ഡ് അഡാപ്റ്റ് ആയി സിറ്റുവേഷനോട്. അങ്ങനെ ഓക്കെ. ഇതിപ്പം വീട്ടിലൊക്കെ പിന്നീട് പറയാന്നുള്ള ഒരു ഇത് വന്നത് എപ്പോഴാണ്? എസ്പെഷ്യലി നോർക്ക് ഇപ്പൊ ഒരു ഫിയർ ഒക്കെ ഉണ്ടാകുമല്ലോ, ഇത് ഞാൻ ഇനി വീട്ടിൽ പറയണോ, എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ എപ്പോഴാണ് പിന്നീട് വീട്ടിലേക്ക് പറയാന്നുള്ളൊരു ഇത് വന്നത്? അല്ല വീട്ടില് ഞാൻ ജയന്റെ കാര്യം ഓൾറെഡി എന്റെ സൈഡിൽ നിന്ന് ജയ എനിക്ക് തോന്നുന്നു എന്റെ ഉമ്മീനൊപ്പം ഇവള് കണ്ടത് ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവും. ബിഗ് ബോസ് വന്ന ശേഷം. അതിനുശേഷമാണോ കണ്ടത് ഉമ്മീനെ? അപ്പൊ ബിഗ് ബോസില് ഉമ്മ കാണാറുണ്ടോ? പെൺകുട്ടിനെ പറ്റി എന്തെങ്കിലും കമന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ? എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട്, എന്നോട് ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ച് നല്ല അടിപൊളിയായിട്ട് കളിച്ച് അങ്ങനൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇതൊക്കെ ഒരു നോട്ട് ചെയ്തിട്ടുണ്ടല്ലേ ഞാൻ അവിടെ ചെയ്ത ഓരോ കാര്യവും. അപ്പൊ ഈ ഭയങ്കര സന്തോഷമായി. അതല്ല ആദ്യമേ അറിയില്ലോ ഇതെന്റെ മകന്റെ കുട്ടിയാണ് എന്നുള്ളൊരു സംഭവം അറിയില്ല. ഞങ്ങള് വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഉമ്മയ്ക്ക് അറിയായിരുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് വഴക്കുണ്ടാക്കുമ്പോഴോ കരയുമ്പോഴൊക്കെ ഉമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എടാ ഈ കൊച്ചെപ്പോഴും കരച്ചിലാണല്ലോ എന്നുള്ള പോലെ കരയുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാരും പറയുന്ന കാര്യമാണ്. അറിയുന്ന ഫ്രണ്ട്സ് ആയാലും ഫാമിലിയിലുള്ളവരായാലും കരയുന്നതിനെ കുറിച്ച് മാത്രം ഇങ്ങനെ പറയാറുണ്ട്. എന്താണ് ഇത്ര സെൻസിറ്റീവ്, എന്തിനാണ് ഇങ്ങനെ കൂടുതൽ കരയണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ജയക്ക് അപ്പൊ ഇത് കരയുന്ന നോറ കണ്ടപ്പോ ആശ്വസിപ്പിക്കാനായിട്ട് അടുത്തില്ലല്ലോ. അപ്പം ആസ് എ പാർട്ണർ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഇവൾ എന്തിനാ ഇങ്ങനെ കരയണേന്നൊരു ഇത് തോന്നുന്നുണ്ടാവില്ലേ? ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആണോ? ജെന്യുവൻലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു സർവൈവ് ചെയ്യാൻ. അവിടെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അവള് മാക്സിമം എത്ര ദിവസം നിൽക്കാൻ പറ്റും എത്ര ദിവസം അവിടെ നിൽക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. 91 days നിന്നിട്ടുണ്ട്. ഇത്രയും നേരം നിങ്ങളുടെ ഈ ചാറ്റ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോ നോറയെ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ജയ് എന്താണ് എവിടെ നിന്നാണ് എന്നുള്ള സംഭവം ഒന്നും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയില്ല. അപ്പൊ ഫോർ ദെയർ നോളജ് ഒന്ന് പറയൂ ജയ്. വീട് മലപ്പുറത്താണ് വരുന്നത്. കുറെ ആയിട്ട് കോഴിക്കോട് തന്നെയാണ്. എനിക്കൊരു ഇമ്പോർട്ട് എക്സ്പോർട്ട് കമ്പനി ഉണ്ട്, ട്രേഡിംഗ് ബിസിനസ്മാൻ ആണ്. അങ്ങനെയല്ല, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഡീറ്റെയിൽസ് എന്താ, വീട്ടിൽ ഉമ്മയുണ്ട്, സിസ്റ്റർ ഉണ്ട്, ഇതൊക്കെ തന്നെ. ഓക്കെ. അപ്പം എന്തായാലും ഇനിയിപ്പം ബിഗ് ബോസിലുള്ള ഓരോരുത്തർ കല്യാണം കഴിയാണ്. ഇവിടെ നിന്നും ആ ഒരു വാർത്ത കേൾക്കാനായിട്ട് ടൈം എടുക്കും, നല്ല ടൈം എടുക്കും. അടുത്ത പ്ലാനിങ്ങുകളുണ്ട് നമുക്ക്, കുറച്ച് കുഞ്ഞു പ്ലാൻസ് ഉണ്ട്, അതൊക്കെ റെഡി ആവട്ടെ. ആദ്യം ഞങ്ങളുടെ കൊച്ചിനെ കാശ്മീർ കൊണ്ടോ എന്നിട്ട് കല്യാണം കഴിക്കും. ഓക്കെ. അപ്പം എന്തായാലും ഇനി ഒരു ഷൂ ഗെയിമിലേക്കാണ് ഗൈസ് നമ്മൾ പോകാൻ പോകുന്നത്. ഗെയിം എന്താണെന്ന് അറിയാലോ. തിരിഞ്ഞിരിക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കും, ഷൂസ് കൈമാറുക, ഇങ്ങനെ ലിഫ്റ്റപ്പ് ചെയ്യാം. നിങ്ങൾ 2 പേരില് എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അടി ഉണ്ടാക്കുന്നത് ആരാണ്? ഓ എന്തൊരൊത്തൊരുമ. നോറാന്നാണ് ഉത്തരം വന്നിരിക്കുന്നത്. അടുത്തത് കൂട്ടത്തിൽ ഏറ്റവും ദേഷ്യമുള്ളത് ആർക്കാണ്? രണ്ടും പൊക്കാൻ പറ്റുമോ? രണ്ടും പൊക്കാൻ പറ്റില്ല, ഒരെണ്ണേ പൊക്കാൻ പറ്റുള്ളൂ. കൂടുതൽ ദേഷ്യം അല്ലേ? ഇത്തിരി ജാസ്തി ദേഷ്യം. കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ആദ്യം പ്രപ്പോസ് ചെയ്തത് ആരാ? ഓക്കെ, കറക്റ്റ് ആൻസർ. കൂട്ടത്തിൽ ഏറ്റവും ലേസി ആയിട്ടുള്ളത് മടിയൻ അല്ലെങ്കിൽ മടിച്ചി? ഇതെല്ലാം നോറക്കുള്ള ക്വസ്റ്റ്യൻസ് ആണോ? ഇതെല്ലാം നോറയാണല്ലേ. ഞാനിതൊന്നും അറിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്തല്ല, പക്ഷെ ഉത്തരങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. എപ്പോഴും കാര്യങ്ങൾ മറന്നു പോകുന്നത് ആരാണ്? അത് ഞാനായിരിക്കും. ഓ ഈ ഒരു ഉത്തരം നിങ്ങൾക്ക് തെറ്റി. നോറനെ പറഞ്ഞു, ജയനെ പറഞ്ഞു.
മാറ്റി പിടിക്കാൻ വേണ്ടി ചെയ്തായിരിക്കും. ആണ്. ഓക്കെ, ഞാൻ മറക്കലിലേക്ക് ചീത്ത കേൾക്കാറുണ്ട്. ആണോ? എന്ത് കാര്യമാണ് നോറ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്? പാസ്പോർട്ട്. യെസ്, പാസ്പോർട്ട്. ഞാൻ പറയാൻ വരും. പാസ്പോർട്ട് എടുക്കാണ്ട് എയർപോർട്ടിൽ പോയോ? ഇല്ല, പാസ്പോർട്ട് കിട്ടിയിട്ട് അത് എവിടെ വെച്ചത് നമുക്ക് ഓർമ്മയില്ല. ഓ മൈ ഗോഡ്, അയ്യോ പറഞ്ഞു എന്റെ പാസ്പോർട്ട് പെട്ടിക്കാൻ. ഇനി അടുത്തത്, ഏറ്റവും കൂടുതൽ പങ്ക്ച്വൽ ആയിട്ടുള്ള, ഏറ്റവും പങ്ക്ച്വൽ ആയിട്ടുള്ള ആള്, വളരെ കൃത്യനിഷ്ഠതയോട് കൂടി കാര്യങ്ങൾ ചെയ്യുന്നത്. വാവ്, ദാറ്റ്സ് ജയ്. രണ്ടുപേരും കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത്, ഏറ്റവും അനോയിങ് ആരാണ് among you both? അങ്ങനെ ഒന്നുമില്ല, രണ്ടും. ഇത് 2 തവണ പൊക്കണോ? യുനാനിമസ്ലി എന്താ 2 തവണ പൊക്കണോ? രണ്ടും. അല്ല അങ്ങനല്ല, ഇതിലാണ് 2 തവണ. നോറ, ജയ് പറയണത് നോറയുടെ ചെരുപ്പ് തന്നെ 2 തവണ വട്ടം പൊക്കണം പൊക്കണമെന്നാണ്. എന്നാണ്. ആ, ഞാൻ രണ്ടും പൊക്കി. അപ്പൊ ജയും അനോയിങ് ആണ്. ഈക്വലി ഞങ്ങൾ അനോയിങ് ആണ്. അത് എന്ത് കാര്യത്തില് ജയ് ഏറ്റവും കൂടുതൽ? ഇപ്പൊ നോറേനെ നമ്മൾ കണ്ടിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, പക്ഷെ ജയ് ഒരു പാവത്താൻ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയല്ല, എന്താണ്, ആള് ഭയങ്കര പങ്ക്ച്വൽ അല്ലേ? അപ്പൊ ഞാൻ പങ്ക്ച്വൽ ആവാതിരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? അപ്പൊ അത് എന്റെ പെർസ്പെക്ടീവിൽ ഒരു അനോയിങ് ആയി ഫീൽ ചെയ്യില്ലേ? ഓ അങ്ങനെ എന്റെ പെർസ്പെക്ടീവിൽ ജയ് അനോയിങ് ആണ്. ഓക്കെ, ഇനി അടുത്തത്, രാവിലെ എഴുന്നേക്കുമ്പോ ഭയങ്കര ഗ്രംപി ആയിട്ടുള്ളത് ആരാണ്? ഓഫ് കോഴ്സ് ഞാൻ തന്നെ. ഞാനാണ് ഇത് ഇവർക്ക് വേണ്ടി മാത്രം എഴുതിയ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാനുള്ള ചോദ്യങ്ങളൊക്കെ ഇട്ടപ്പോ എല്ലാത്തിനും ഉത്തരം നോറയായി. ഇന്നെ സപ്പോർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിക്കേ. ഓക്കെ, ഏറ്റവും കൂടുതൽ ഓവർ സ്പെൻഡിങ് ആരാണ്? സ്പെൻഡിങ് ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുപോലെയാണ്. രണ്ടുപേരും സ്പെൻഡ് ചെയ്യും. We spend a lot. ആണോ? ജയ്, എന്നാ നോറ വാങ്ങിയതില് ജയുടെ കണ്ണ് തള്ളി പോയിട്ടുള്ള ഒരു സാധനം, ദ മോസ്റ്റ് എക്സ്പെൻസീവ് തിങ് എന്തായിരുന്നു? അതിന്റെ വില ഒന്ന് പറയാവോ? നോറ വാങ്ങിച്ചല്ലേ? നോറ വാങ്ങിച്ചതില് കണ്ണ് തള്ളാൻ പറ്റിയ സംഭവം ഉണ്ട്. ഉണ്ടോ? മോനെ നോറ, ലെറ്റ് മീ തിങ്ക്. ഒരു മിനിറ്റ് സമയം തരണേ. ഈ എപ്പോഴും പ്രൗഡ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. മേക്കപ്പ്. മേക്കപ്പിന്റെ കാര്യം അത് മാക്കിന്റെ മേക്കപ്പ് പേഴ്സണലി ഓൻക്ക് ഇഷ്ടമാണ്. മാക്കിന്റെ മേക്കപ്പ്, ദ ഹോൾ കിറ്റ് അല്ലേ? ഓക്കേ, അത് പറയാനേ പറഞ്ഞു. അല്ല, നോറയുടെ ഉള്ളിൽ എന്തോ ഉത്തരം വേറെ എന്തോ അല്ലല്ല, അത് പറഞ്ഞോ. ഇറ്റ്സ് ഫൈൻ, കുഴപ്പമില്ല. ഇല്ല, നമ്മൾ ഓൾറെഡി നല്ല കപ്പിളാണ്. ഇറ്റ്സ് ഫൈൻ, കുഴപ്പമില്ല. അല്ല, അവൻ എപ്പോഴും പറയില്ല ഞാൻ വീട് എടുത്തത് ഭയങ്കര. ഓ, അത് ഞാൻ അത്ര വലുതായി ചിന്തിച്ചില്ല. ഞാൻ കുഞ്ഞു സാധനങ്ങൾ വീട് വാങ്ങിച്ചതാണ്. അതാണ് ദ ബിഗസ്റ്റ് സാധനം. സ്വന്തമായിട്ട് ഫ്രം യുവർ ഏർണിംഗ്. യെസ്. വൗ. ഞാൻ എത്ര ലക്ഷങ്ങൾ വേർത്താണ് നോറയുടെ വീട്? ഞാൻ പറയരുത്. ആണോ? അത് സീക്രട്ട് ആണ്. ഇനി ജയ് വാങ്ങിയതിൽ എന്താണ് ഇത്ര ഓവർ സ്പെൻഡിങ് ആയിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം? ജയന്റെതോ? ജയന്റെ എല്ലാം എനിക്ക് തോന്നലുണ്ട്. റീസെന്റ് ആയിട്ട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഫണ്ട് ചെയ്ത് ഇപ്പല്ലേ ഋഷിന്റെ മാരേജിന് ഋഷിനേക്കാളും കൂടുതൽ സ്പെൻഡ് ചെയ്തത് ചിലപ്പോൾ ജയായിരിക്കും. ഓഫ് കോഴ്സ്. ക്ലോസ് ടു എത്ര എമൗണ്ട് വരുമായിരിക്കും? നല്ല എമൗണ്ട്. കോസ്റ്റ്യൂം അല്ലേ? നല്ല എമൗണ്ട്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇത്രയൊക്കെ എന്തിനാ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ചിന്തിച്ചോ? ആ ഒരു ബ്ലാക്ക് ഷർട്ടാ? ബ്ലാക്ക് മാത്രല്ല, ലൈക് മാന്യൂവർ നല്ല എടുത്ത്. അപ്പം അത് ആ ചെരുപ്പ് എനിക്ക് കാണാം മാന്യൂവർ എന്നാണ്. ആ ചെരുപ്പിന് നല്ല വില ഉണ്ടാവില്ലേ ജയ്? അപ്പം എല്ലാ സാധനങ്ങളും അതിന്റെ പുറകിൽ അതിന്റെ റേറ്റ് ടാഗ് ഉണ്ട്. അല്ല, കമ്പയർ ചെയ്തിട്ട് പറഞ്ഞതാണ്. അവളെടുത്തതും ഞാൻ എടുത്തതും തമ്മിലുള്ള ഒരു മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെ. ഡെയിലി അത്ര സ്പെൻഡ് ചെയ്യുമ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്. വേണമെങ്കിൽ ഞാൻ കാര്യം പറ്റേ, അങ്ങനെ മാസം സ്പെൻഡ് ചെയ്യുന്ന ജെ സേവ് ചെയ്താല് വേണമെങ്കിൽ ജയ്ക്ക് ഓരോ ഇയർ ഓരോ വീട് എടുക്കാം. അങ്ങനെ അത്രയും ഭയങ്കര സ്പെൻഡിങ് ഭയങ്കര സ്പെൻഡിങ് ആണ്. അത്ര സ്പെൻഡിങ് ആണ്. ഇനി നിങ്ങളിലെ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് ആരാണ്? ജയ ഉണ്ടാക്കി തന്ന കഥ നമ്മൾ കേട്ടു. ഞാൻ ഉണ്ടാക്കിയത് അവൻ കഴിച്ചിട്ടില്ല, ഓൻ ഉണ്ടാക്കിയത് ഞാൻ കഴിച്ചില്ല. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് നന്നായി കുക്ക് ചെയ്യും. എന്താണ് നോറ ഉണ്ടാക്കുന്നതിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതിൽ ഏറ്റവും അടിപൊളി സാധനം? ബിഗ് ബോസിൽ പറഞ്ഞു കേട്ടിട്ടുള്ള കുറെ ഉണ്ടല്ലോ. എന്ത് ഫുഡാണെന്നാണോ? ബിരിയാണി ഒക്കെ ഉണ്ടാക്കും. കഴിക്കാതെ തന്നെ എങ്ങനെ പറയാം, ഓൻ കഴിച്ചില്ലല്ലോ. പറഞ്ഞു കേൾക്കൂല. ഞാൻ അത് നന്നായി ചിക്കൻ ആയിരിക്കും. ചിക്കൻ കുക്ക് ചെയ്യും. ചിക്കൻ കറി ഒക്കെ ആയിരിക്കും. കരഞ്ഞുകൊണ്ട് ചിക്കൻ കുക്ക് ചെയ്തിട്ട് കഴിച്ചിട്ട് ഞാൻ എന്റെ തന്നെ കരച്ചിൽ മാറ്റുന്നല്ല. ഇനി അടുത്തത്, നിങ്ങളുടെ ഏറ്റവും വലിയ കൊഞ്ചി കുട്ടി ആരാണ്? ആക്ച്വലി കുഞ്ഞുകുട്ടീനെ മാതിരിയല്ല. അയ്യടാ, ഞാനല്ല.
അല്ലല്ല അത് വെച്ചിട്ടല്ല ഞാൻ ആൻസർ പറഞ്ഞത്. ഗ്ലാസ് ഡോറിൽ ഇല്ല, അത് വെച്ചിട്ടല്ല ഞാൻ ആൻസറുകൾ പറഞ്ഞത്. ഇല്ല ഇന്റെ ഞാൻ അഭിപ്രായം അങ്ങോട്ട് ഇരിക്കണം, ഞാൻ കുറച്ചുകൂടെ ജെനുവൻ ആണ്, ഞാൻ അങ്ങോട്ട് നോക്കൂല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ വീഡിയോ മൊത്തം എടുത്ത് നോക്കിയാൽ ഫസ്റ്റ് ഞാനായിരിക്കും പൊക്കിയിട്ടുണ്ടാവാ. ഞാനാ പൊക്കി. ഓക്കെ, ആദ്യം ഈ പൊക്കിക്കോ, പിന്നെ ഞാൻ പൊക്കാം. ഇത് കഴിഞ്ഞോ അത്? ലാസ്റ്റ് Okay, ക്വസ്റ്റ്യൻ last question. ആരാണ് ബേബി ഇൻ ദ റിലേഷൻഷിപ്പ്? ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ബേബി ഇൻ ദ റിലേഷൻഷിപ്പ്. വി ഡോണ്ട് ഹാവ് എ ബേബി. ആ ബേബി അല്ല ജെ, നിങ്ങളിൽ ഞാൻ പറയും ഈക്വൽ ആന്ന് പറയും. അല്ല, ഏതെങ്കിലും ഒന്ന് പൊക്ക്, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? എന്നാ അന്നെ ഞാൻ പൊക്കും. ഏയ് കം ഓൺ നോറു. കണ്ടോ, ഞാൻ പൊക്കിയിട്ടില്ല. നിങ്ങൾ കണ്ടില്ലേ? ഓക്കെ, ജെ ആണ് ഇവരുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും വലിയ ബേബി. ഓക്കെ ഗൈസ്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ആൻസറും നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് നോറയുടെ റൊമാൻറ്റിക് സൈഡ് നമുക്കൊന്ന് കാണണം. നോറ, ഞങ്ങൾ ഇവിടെ മറ്റേ അനുരാഗത്തിൻ വേളയിൽ ആ ട്യൂണൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കും. നോറ കോഴിക്കോട് ഭാഷയില് നമ്മുടെ ജയനെ ഒന്നും കൂടെ ഒന്ന് പ്രപ്പോസ് ചെയ്യാം നമുക്ക് വേണ്ടി. കോഴിക്കോട് ഭാഷയിലോ? അത് നമുക്ക് ജയനെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിപ്പിച്ചാലോ? ഞാൻ ഓൾറെഡി ബിഗ് ബോസിൽ വേണ്ടി ഓപ്പൺ ആയിട്ട് പറയും, ജയന്റെ സൈഡ് എനിക്ക് ഒഫീഷ്യൽ ആയിട്ട് പിന്നെ പ്രപ്പോസ് ചെയ്തത്. ബട്ട് എന്താ പറയുന്നതെന്നുള്ള എനിക്കൊന്ന് കേൾക്കണം. പിക്കപ്പ് ലൈൻ ഒക്കെ വെച്ചിട്ടാണോ? ഞാൻ അതിലും പണ്ടേ ഗില്ലാടി വന്നേ. അപ്പൊ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം ചാറ്റിൽ മാത്രം കണ്ട ഒരു പ്രപ്പോസൽ ഇവിടെ നേരിട്ട് റീക്രിയേറ്റ് ചെയ്ത് നമ്മുടെ സൈന സൗത്ത് പ്ലസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി തന്നില്ല. താങ്ക് യു സോ മച്ച് നോറ. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഇന്റർവ്യൂ വൈൻഡപ്പ് ആക്കണം. പക്ഷെ നിങ്ങളെ നമ്മൾ അങ്ങനെ വിടുന്നില്ല. നിങ്ങൾക്ക് പാട്ട് കേൾക്കാലോ. ഇവിടെ ഓണം സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുക, നമുക്ക് ഈ സെലിബ്രേഷൻസിൽ ജോയിൻ ചെയ്യാം അല്ലേ? അപ്പം ഐ വിൽ ക്യാച്ച് യു പീപ്പിൾ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് മോളിവുഡ് മിക്സ്. ടിൽ ദെൻ ബൈ ബൈ. നമ്മൾ ആക്ച്വലി ഇവിടെ ഇരുന്നിട്ട് ആ ഒരു പ്രപ്പോസൽ ചെയ്യുന്നത് ഒരു സുഖമില്ല അല്ലേ? നോറയുടെ കണ്ണിൽ അങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ ജയ്. ജയുടെ അഭിപ്രായം നമുക്ക് അങ്ങ് നീങ്ങി നിന്നാലോ? വാട്ട് യു സേ? അവിടെ പോയി ചെയ്യാം. അതെ, പ്രപ്പോസൽ ഏറ്റുവാങ്ങുന്ന ആളുടെ തീരുമാനമാണ് അന്തിമം. അമ്പയറുടെ തീരുമാനം അന്തിമമായിരിക്കും പറയല്ലേ. ചലോ, നോറ റെഡി അല്ലേ? ഡയലോഗ് പഠിച്ചു വെച്ചിട്ടില്ലേ? ജയ് വിദൂരതയിലേക്ക് നോക്കി നിന്നോ, നോറ വിളിക്കും. ഓക്കെ. ഹായ് ജയ്. ഹായ്. ഇങ്ങനെയാണോ? ഞാനല്ല കളിക്ക്. ഹായ് ജയ്. അത് ചൊല്ലിയാക്കണം. നീ അവളോ അഴക്. ഓ താങ്ക് യു. ഇവളവളോ അഴകായ ഒരാളെ ആക്ച്വലി ഞാൻ ഒരു കാര്യം പറയാം, സംഭവം ശരിയാണ്, യു ലുക്ക് ഗുഡ്. ബട്ട് അതൊന്നല്ല, ഇത്രയും ടൈമിലുള്ള ഈ നിന്റെ ബിഹേവിയർ, ക്യാരക്ടർ എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് എന്റെ ലൈഫിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് അത് നീയാണ്. സോ ഐ ലവ് യു. ഐ ജസ്റ്റ് വാണ്ട് ടു ബി യുവർ വൈഫ്. ഐ ലവ് യു. ഓ താങ്ക് യു. ഐ ലവ് യു ടു. ഇതാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെയാണോ പറഞ്ഞത്? എന്ത് പ്രപ്പോസ് ചെയ്തപ്പോ? ഇല്ല, പ്രപ്പോസ് ചെയ്തിട്ടില്ല. പ്രപ്പോസ് ചെയ്തപ്പോ ഞാൻ റിജക്ട് ഇതല്ലേ, പോസ്റ്റ് അടിച്ചതല്ലേ. ലൈക്ക് ഐ ടോൾഡ് ലൈക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ടൊക്കെ കാണാനല്ലേ. എനിക്ക് അന്ന് ഓള് ഭയങ്കര ഇമ്മച്യൂർഡ് ആയിട്ട് വന്ന് പ്രപ്പോസ് ചെയ്യുന്ന പോലെ കണ്ട് രണ്ടു ദിവസത്തിന് ശേഷം. ജയ്ക്ക് എത്ര വയസ്സുണ്ടായി? നിങ്ങളൊന്നും ഏജ് വെളിപ്പെടുത്തില്ല? അല്ലല്ല, അങ്ങനെ ഒന്നും. എനിക്കൊന്ന് 25. ഓക്കെ. അപ്പൊ ചെറിയൊരു കുട്ടിയുടെ ഒരു ഇതുപോലെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രപ്പോസ് അല്ല, ചോദിച്ചു ഇങ്ങനെ സിംഗിൾ ആണോ, കമ്മിറ്റഡ് ആവാനുള്ള പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്തായാലും ആ കൊച്ചുകുട്ടിയുടെ ഒരു ഇൻഫാക്ച്വേഷൻ അല്ല എന്ന് നമ്മളെ തെളിയിച്ചു നോറ. എനിക്ക് ചില സമയത്ത് ഞാൻ ആലോചിക്കും, അതായത് ആളടുത്തപ്പോ ആളിപ്പ എന്റെ കൂടെ ഉണ്ടല്ലേ. എന്തായാലും ആള് കൂടെ തന്നെ നിന്നോട്ടെ. ഞാൻ ഇനി ഇവിടെ ഒരു കട്ടുറുമ്പ് ആകുന്നില്ല ഗൈസ്. ഭയങ്കര ഡാൻസ് ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം, ചമ്മച്ചല്ലോ അല്ലേ? അത് അവള് വന്നിട്ട് പെട്ടെന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞു എന്റെ അടുത്ത്. അത് ഓൺ ദി സ്പോട്ട് ഇട്ടതായിരുന്നോ? ഓൺ ദി സ്പോട്ടിൽ ഇട്ടതാ. അപ്പൊ ഞാൻ അവളുടെ ബാക്കിൽ പോയി നമ്മള് നോറയായിട്ട് എങ്ങനെ നല്ല ഫ്രണ്ട്സാ? ഇതിപ്പോ നേരെ ഇങ്ങോട്ട് പോയില്ലേ? ഇവരെ ഹണിമൂണ് വിട്ടില്ല, ഞങ്ങള് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവർക്ക് ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണല്ലേ, പട്ടിണിക്ക് ഇരുത്തണ്ട, നമുക്ക് പോയി സദ്യ കഴിക്കാം. ഇവര് നിങ്ങക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ കൊറേ നേരമായിട്ട്. യെസ്, പോവാം. ചലോ. ചമ്മച്ചല്ലോ. അതെ, ഞാൻ മനപ്പൂർവ്വം അത് ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു.